ലാലേട്ടൻ്റെ എപ്പിസോഡോട് കൂടിയിട്ട് ഗബ്രിയും ജാസ്മിനും തകർന്ന് തരിപ്പണമായിട്ടിരിക്കുകയാണ്. ജാസ്മിൻ്റെ അഭിനയമാണെന്നൊക്കെ ആളുകൾ പറയുന്നുണ്ടെങ്കിലും ജാസ്മിൻ തകർന്ന് കിടക്കുന്നു. ആദ്യം പൂജ വന്ന ജാസ്മിനെ സമാധാനിപ്പിക്കുന്നു. പിന്നെ നമ്മുടെ ഋഷി അങ്ങോട്ട് ചെന്നിട്ട് ഋഷി ചോദിച്ചു, ഈ ഒരു സമയത്ത് ചോദിക്കാൻ പറ്റുമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആമുഖം ഇട്ടിട്ടാണ് ഋഷി ചോദിക്കുന്നത്. ജാസ്മിനെ നിനക്ക് പുറത്ത് റിലേഷനുള്ളല്ലേ, പുറത്ത് നീ കമ്മിറ്റഡ് അല്ലേ നീ? അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, ഞാൻ വാക്ക് കൊടുത്തിട്ടാണ് വന്നത് ഒരാൾക്ക്, അത് സത്യമാണ്. പക്ഷെ ആ റിലേഷൻഷിപ്പും ഗബ്രിയായിട്ട് ഒരു ബന്ധമില്ലല്ലോ, അത് വേറെയാണല്ലോ, ഇത് ഇങ്ങനെയാണല്ലോ, ഇത് ഞങ്ങൾക്ക് പ്രണയമില്ലല്ലോ, പ്രണയത്തിലാകാൻ ചാൻസ് ഉണ്ട് ഞങ്ങൾ, പക്ഷേ ഞങ്ങൾ രണ്ടുപേരും അത് തടഞ്ഞു വെച്ചിരിക്കുകയാണ്, നടക്കില്ലാത്തതുകൊണ്ട് തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഋഷി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നൈസായിട്ട് നമ്മുടെ ഋഷി ഒന്ന് കളിയാക്കി വിടുന്നുണ്ട്. അപ്പം നിനക്ക് ഉത്തരത്തിലിരിക്കണ കിട്ടുകയും വേണം, കഷത്തിലിരിക്കണ പോകാനും പാടില്ല എന്നാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ജാസ്മിൻ ഇത് മനസ്സിലായിട്ടില്ല. എന്നാലും പിന്നെ ഋഷി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എൻ്റെ ഗേൾ ഫ്രണ്ടാണ് നിന്നെപ്പോലെ ഇവിടെ ഇങ്ങനെ കാണിക്കണമെങ്കിൽ ഞാൻ മൂന്നാം പക്കം ബൈ ബൈ പറഞ്ഞു പോയേനെ എന്ന്. അപ്പോഴും ജാസ്മിന് മനസ്സിലാവുന്നില്ല. ജാസ്മിൻ പറയുന്നുണ്ട്, ആളുകൾ പറയുന്നു ലസ്റ്റാണെന്ന്. അവർക്കിത് കണ്ടാൽ മനസ്സിലായില്ലേ, കെട്ടിപ്പിടിച്ചാലോ അല്ലെങ്കിൽ കയ്യിൽ ഉമ്മ കൊടുത്താലോ അതെങ്ങനെ ലസ്റ്റ് ആകുന്നത്, അതല്ലെങ്കിൽ വേറെ റിലേഷൻഷിപ്പ് ആവുന്ന എന്തുകൊണ്ടാണ്, ഇത് ഫ്രണ്ട്ഷിപ്പായിട്ട് കണ്ടുകൂടെ എന്നൊക്കെ ജാസ്മിൻ ചോദിക്കുന്നുണ്ട്. വൈൽഡ് കാർഡ് വന്നേ പിന്നെയാണ് ജാസ്മിൻ ഇത്രയും പ്രശ്നമെന്നും ജാസ്മിൻ പറയുന്നുണ്ട്. സിബിൻ എന്താണെങ്കിലും ഋഷിയോട് പറഞ്ഞത് മൊത്തത്തിൽ ഗബ്രി തകർന്നിരിക്കുകയാണെന്നും അതുപോലെ തന്നെ ജാസ്മിൻ കാണിക്കുന്നത് സെൻറ്റിമെൻറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടും ചുമ്മാ അഭിനയിക്കുന്നതാണെന്നാണ് സിബിൻ ഋഷിയോട് പറഞ്ഞു കൊടുക്കുന്നതും നന്ദനയോട് പറയണതും. മൊത്തത്തിൽ ഗബ്രിയുടെ കിളി പോയിട്ടുണ്ടെന്നും സിബിൻ പറയുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ റസ്മിൻ പോയിട്ട് പറയുന്നുണ്ട്, ഗബ്രിക്കും ജാസ്മിനും ഞാൻ ഓപ്ഷനാണോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം അർജുനും ശ്രീതുവും പറയുന്നുണ്ട്, ശരിയാണ്, അവർക്ക് മിണ്ടാൻ പറ്റാതിരിക്കുമ്പോൾ മാത്രമാണ് റസ്മിനോട് മിണ്ടുന്നതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സ്വന്തം ഫ്രണ്ടാണ് സായി എന്നാണ് ജാസ്മിൻ പറഞ്ഞത്. പക്ഷേ സായി പോലും ജാസ്മിനെ തള്ളി പറയുന്നുണ്ട്. ജാസ്മിൻ്റെ അഭിനയമാണ്, ഈ കരഞ്ഞു കൂട്ടുന്നതും കാറുന്നതും ഒക്കെ അഭിനയമാണ്, വെറും ഗെയിമാണ്, പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്നതാണ്, അത് ഗബ്രിക്ക് മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെങ്കിലും ഗബ്രിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഗബ്രി ഇരിക്കുന്നത്. കാരണം വീട്ടുകാർക്ക് ഒട്ടും സപ്പോർട്ടില്ല എന്ന് ഇന്നലെ വീട്ടുകാരുടെ വീഡിയോയിൽ നിന്ന് ഗബ്രി മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ.